വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിസിനസ് സ്യൂട്ട് പരിചയപ്പെട്ടു. എന്ന് പറഞ്ഞൊരു സിംഗിൾ അസറ്റായ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യാൻ, ഇൻസൈറ്റുകൾ കാണാൻ, അതിൻ്റെ കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യാൻ, മെസ്സേജും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടൂളായ ബിസിനസ് സ്യൂട്ട് നമ്മൾ പരിചയപ്പെട്ടു. അതെന്ന് പറയുന്നത് ഒരു അസോസിയേറ്റ് ചെയ്ത ഒരു സിംഗിൾ പ്രൊഫൈലുമായിട്ടായിരിക്കും. എന്ന് പറയുന്നത് സിംഗിൾ പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ടാണ്. എന്നാൽ ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മളൊരു എൻറ്റയർ ബിസിനസ്സിൻ്റെ എല്ലാത്തരം അസറ്റുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പേസാണ്. അവിടെ നമുക്ക് ഒരു കമ്പനിയുടെ പേരിലൊരു ബിസിനസ് പ്രൊഫൈൽ അഥവാ ബിസിനസ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ പേജുകളെ ഹാൻഡിൽ ചെയ്യാം, മൾട്ടിപ്പിൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാം, മൾട്ടിപ്പിൾ ആഡ് അക്കൗണ്ട്സ്, ഇവൻറ്റ്സ്, മെറ്റാ പിക്സൽ, ഓഡിയൻസ്, ഇതുപോലെ മൾട്ടിപ്പിൾ അസറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ആക്സസ് മൾട്ടിപ്പിൾ ടീം മെമ്പേഴ്സിന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് പോർട്ട്ഫോളിയോയെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനകത്ത് എങ്ങനെ അസറ്റ്സുകൾ ആഡ് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് എങ്ങനെ ആക്സസ് കൊടുക്കാമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായി ഒന്നല്ലെങ്കിൽ നമ്മൾ business.facebook.com എന്ന് പറയുന്ന ലിങ്ക് വഴി ഡാഷ്ബോർഡിലേക്ക് പോവുക. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു പേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബിസിനസ് സ്യൂട്ടിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകാം. അവിടെ നിന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് നിലവിലെ ആക്സസ് ഉള്ള ബിസിനസ് പോർട്ട്ഫോളിയോസും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അസറ്റ്സും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമുക്കൊരു പ്രൊഫൈലിൽ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് അസറ്റ്സ് ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ബിസിനസ് പോർട്ട്ഫോളിയോയുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സ്വന്തമായിട്ട് 2 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് ആക്സസ് നമുക്ക് ഒരാൾ തരുവാണെങ്കിൽ നമുക്ക് എത്ര പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ പുതുതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ലിമിറ്റ് 2 ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ വന്നാൽ കാണാൻ പറ്റും ക്രിയേറ്റ് എ ബിസിനസ് പോർട്ട്ഫോളിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ആദ്യം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിമാണ്. നമ്മുടെ ലീഗൽ നെയിം തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടാക്സേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് കൊടുക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമാവാതിരിക്കും. നമുക്ക് ലീഗൽ നെയിം തന്നെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ലീഗൽ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് പേഴ്സൺ, ഈ പോർട്ട്ഫോളിയോയുടെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൻ്റെ നെയിമും ബിസിനസ് ഇമെയിൽ അഡ്രസ്സുമാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സണെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പേരും എൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേജസ് ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് പോർട്ട്ഫോളിയോ നെക്സ്റ്റ് സ്റ്റേജിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേജസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഡ്ടെക് മീഡിയ എന്ന് പറയുന്നൊരു ഇൻഡിപെൻഡൻറ്റ് പേജ് മുന്നേ ഉണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതാണ് ഞാൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്താലും മതി. ഞാനെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് പേജസ് ഉണ്ടെങ്കിൽ, ഒരു പോർട്ട്ഫോളിയോയിട്ട് കണക്റ്റഡ് അല്ലാത്ത പേജസ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ അവർ ചോദിക്കും നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പോൾ ഞാൻ സ്കിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് മറ്റുള്ള ആളുകളെ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതിന് അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന റോള്, എംപ്ലോയി ആണോ ബിസിനസ് അഡ്മിൻ ആണോ. ബിസിനസ് അഡ്മിൻ ആകുമ്പോൾ ഒരു എൻറ്റയർ കൺട്രോൾ അവർക്ക് കിട്ടും. എംപ്ലോയി ആകുമ്പോൾ നമുക്കത് എല്ലാ ആക്സസും അവർക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല, അത് പിന്നീട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് കൺഫേം കൊടുത്തു. അങ്ങനെ ആഡ്ടെക് മീഡിയ എന്നുള്ള ഞാനൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ആ പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ ഗോ ടു സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം കാണുന്നതിന് യൂസേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്. അവിടെയാണ് നമ്മളെ ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിന്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നമ്മുടെ അണ്ടറിലുള്ള മറ്റ് സ്റ്റാഫുകളെയും കാര്യങ്ങളെല്ലാം നമ്മൾ അസറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഈ പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതാണ് പീപ്പിൾസ് എന്ന് പറയുന്ന സെക്ഷൻ. അതിന് തൊട്ട് താഴെ കാണുന്ന പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോ ഒരു വ്യക്തിക്ക് ഉപരി ഏതെങ്കിലും ഒരു ബിസിനസ് ഏജൻസീസ് അതിനൊക്കെ തന്നെ ഇതുപോലെ മറ്റൊരു ബിസിനസ് പോർട്ട്ഫോളിയോയ്ക്കൊക്കെ നമ്മൾ ആക്സസ് കൊടുക്കണമെങ്കിൽ അത് ഈ പാർട്ട്നേഴ്സ് എന്നുള്ള സെക്ഷൻ വഴി നമുക്ക് കൊടുക്കാം. പിന്നീട് കാണുന്ന സിസ്റ്റം യൂസേഴ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ നിന്നും മറ്റെന്തെങ്കിലും വെബ്സൈറ്റ് സെർവേഴ്സായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസായിട്ടോ ഒരു API ഷെയറിങ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു API ഷെയറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസിനും
സെർവേഴ്സിനും കൊടുക്കുന്ന ആക്സസ് ഈ സിസ്റ്റം യൂസേഴ്സ് നിന്നാണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് പേജസ്. പേജസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് പ്രൊഫൈലുമായിട്ട് പോർട്ട്ഫോളിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത പേജസ് എല്ലാം ഈ പേജ് സെക്ഷനിലാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്കൊരു പുതിയ പേജ് വേണമെങ്കിൽ ആഡ് ക്ലിക്ക് ചെയ്തൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പേജിനെ അവിടെ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പേജിൻ്റെ ആക്സസ് റിക്വസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും ക്ലെയിം ചെയ്യാനൊക്കെ ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ. ഇപ്പം നമുക്ക് നിലവിലൊരു പേജ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ തന്നെ എൻ്റെ പ്രൊഫൈലിൽ വെച്ച് തന്നെ പേജസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് ക്ലെയിം പേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആ പേജിൻ്റെ URL ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ പേജ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് വരുന്നത് ആഡ് അക്കൗണ്ടുകളാണ്. അപ്പം ആഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോയിലെ എല്ലാ പേജസിനും നമുക്ക് ഈ ഒറ്റ ആഡ് അക്കൗണ്ട് വെച്ച് തന്നെ ആഡ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സോ അല്ലെങ്കിൽ ഏജൻസീസിനൊക്കെ ആഡ് അക്കൗണ്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഡ് അക്കൗണ്ട് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെയും നമുക്ക് നേരത്തെ പേജസ് കണ്ടുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ആഡ് അക്കൗണ്ടിനെ വേണമെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിൻ്റെയോ ആഡ് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് ആക്സസ് മേടിക്കാം. അല്ലെങ്കിൽ പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിലവിൽ നമുക്ക് ബിസിനസ്സിൽ 2 ആഡ് അക്കൗണ്ട്, മാക്സിമം ഒരു ആഡ് അക്കൗണ്ടേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ബിസിനസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ നമ്മൾ കൂടുതൽ പേജസും ഫണ്ടൊക്കെ സ്പെൻഡ് ചെയ്തതനുസരിച്ചിട്ട് കൂടുതൽ പേജസൊക്കെ ആക്സസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിമിറ്റുകൾ കൂടി വരും. ഇനിഷ്യലി നമുക്കൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആക്സസ് എത്ര ആഡ് അക്കൗണ്ടിന് വേണമെങ്കിലും നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആഡ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്തു. അതിനൊക്കെ തന്നെ അസറ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പിക്സൽസ് ആവാം, ഇവൻറ്റ്സ് ആവാം, അതുപോലെ പല അസറ്റ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാം ആക്സസ് മേടിക്കാം. അതിനൊക്കെ ഏതെങ്കിലും ആപ്സുമായിട്ടുണ്ടെങ്കിൽ ആപ്സ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ്, വാട്സപ്പ് അക്കൗണ്ട്, അങ്ങനെ പല അക്കൗണ്ട്സുകളുടെ ആക്സസ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ഡാറ്റ സോഴ്സുകളാണ്. അത് ഈ പറയുന്ന നമ്മൾ പേജുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റലോഗുകളുണ്ടാവും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓഫ്ലൈൻ ഇവൻറ്റ്സ്, പിക്സൽസ്, അതേപോലെ കസ്റ്റം ഓഡിയൻസ്, അതിന് ഷെയർഡ് ഓഡിയൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ബിസിനസ് ക്രിയേറ്റീവിൻ്റെ ഫോൾഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡാറ്റാ സോഴ്സ് വഴി ആക്സസ് ചെയ്യാം. അതേ കണക്ക് ഇവർക്ക് ഈ ഡാറ്റാ സോഴ്സിൻ്റെ എല്ലാം ആക്സസ് നമ്മളെ ടീം മെമ്പേഴ്സിനും ഈ പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് വഴിയാണ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ബിസിനസ് ഡീറ്റെയിൽസും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് ഞാൻ ബിസിനസ് പോർട്ട്ഫോളിയോ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കാണുന്ന നെക്സ്റ്റ് പേജിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് വേണമെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ഇവിടുന്ന് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് ലോഗോയും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രൈമറി പേജ്, ഇപ്പോൾ നമുക്കൊരു ബിസിനസ് പോർട്ട്ഫോളിയോ ആയിട്ട് പ്രൈമറി പേജ് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പേജ് നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കഴിവതും അത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്കത് പറ്റില്ല, എറർ കാണിക്കും. അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം നമുക്കൊരു നമ്മുടെ എക്സിസ്റ്റിംഗ് പേജുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ, നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് പേജസ് കണക്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എറർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ലോഗോ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലീഗൽ ബിസിനസ് നെയിം നമുക്കിവിടെ കൊടുക്കാം, അഡ്രസ്സ് കൊടുക്കാം. ബിസിനസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ ബിസിനസ് ഒന്ന് വെരിഫൈ ചെയ്യണം. ഈ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ടാക്സ് ഡീറ്റെയിൽസും കൊടുത്തിട്ട് ബിസിനസ് ഒന്ന് വെരിഫൈ ചെയ്താൽ ബിസിനസ് വെരിഫൈ ആവും. അപ്പോൾ അത് നാളെ നമുക്ക് ടാക്സേഷൻ കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യും. പിന്നെ നമുക്ക് ബേസിക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ അത്രയേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ബിസിനസ് ബേസിക് ഇൻഫർമേഷൻസ് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് പീപ്പിൾസിനെ ആഡ് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഇൻവൈറ്റ് കൊടുക്കുക. ഇൻവൈറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു സാമ്പിൾ ഇമെയിൽ ID കൊടുക്കുകയാണ്. ഞാനൊരു ഇമെയിലിനെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നെക്സ്റ്റ് കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് ഇവിടെ കൊടുക്കുന്നത് ഈ ബിസിനസ് പോർട്ട്ഫോളിയോയുടെ കൺട്രോളാണ്. അപ്പം ഞാനിവിടെ അദ്ദേഹത്തിന് എല്ലാം കൊടുക്കുന്നില്ല, അപ്പം ഫുൾ കൺട്രോൾ കൊടുക്കുന്നില്ല. ഈ API ഇൻ്റഗ്രേഷൻസ് പോലുള്ള ആപ്സിൻ്റെ ഇൻ്റഗ്രേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ. അപ്പം അസറ്റ്സുകൾ കാണാനും അത് യൂസ് ചെയ്യാനുള്ള മിനിമം കൺട്രോൾസേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനുള്ള കൺട്രോൾസോ ഒന്നും വരുന്നില്ല. അപ്പോൾ ബേസിക് കൊടുക്കുന്നു.
നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഇത് എൻ്റെ അസറ്റ്സുകളൊന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അസറ്റുകളൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് അടുത്ത നെക്സ്റ്റ് കൊടുക്കുന്നു, കാരണം ഇല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഈ ഇൻവിറ്റേഷൻസ്, അപ്പം ഈ ആർടെക് മീഡിയയിൽ നിന്നൊരു ഇൻവിറ്റേഷൻസ് ഈ പറയുന്ന ഇമെയിൽ അഡ്രസ്സുള്ള വ്യക്തിക്ക് പോകും. അപ്പം ഞാൻ സെൻഡ് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിലിലേക്ക് എന്താണ് ഒരു ഇൻവിറ്റേഷൻ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻവിറ്റേഷൻസ് അദ്ദേഹത്തിൻ്റെ മെയിലിൽ നിന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഏത് ഫേസ്ബുക്കാണോ, അപ്പോൾ മെയിൽ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏത് പേജിലേക്കാണോ നമ്മൾ, അല്ലെങ്കിൽ ഏത് പ്രൊഫൈലിലേക്കാണോ ഈ ആക്സസ് എല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഫൈലുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് അതേ മെയിൽ ആവണമെന്നില്ല. അത് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്ന മെയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത ടാബിൽ, അദ്ദേഹത്തിൻ്റെ കറണ്ട് ടാബിൽ ഏത് പ്രൊഫൈലാണോ ലോഗിൻ ചെയ്തത് അതിലേക്ക് പോകും. അത് ഈ പ്രൊഫൈലായിട്ട് അസോസിയേറ്റ് ചെയ്ത മെയിൽ ആവണമെന്ന് തന്നെ നിർബന്ധമില്ല. അപ്പം അദ്ദേഹത്തിന് ഏത് പ്രൊഫൈലിലേക്കാണോ ഈ ആക്സസ് എല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് മെയിലിൽ വന്ന് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ ഫേസ്ബുക്കിലേക്ക് പോകും. കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇപ്പം പോർട്ട്ഫോളിയോയിൽ ആക്സസ് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തു. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാമായിരുന്നു, പേജസോ ആഡ് അക്കൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് കൊടുക്കാമായിരുന്നു. അതിൽ തന്നെ ഫുൾ കൺട്രോളും പാർഷ്യൽ ആക്സസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. ഇപ്പം ഞാൻ നിലവിലൊരു പേജ് ആഡ് ചെയ്യാൻ പോവാണ്, ആഡ് പേജ്. അതിനകത്ത് എക്സിസ്റ്റിംഗ് പേജ് ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. അത് ആർടെക് മീഡിയ എന്ന് പറഞ്ഞ പേജുണ്ട്, എൻ്റെ തന്നെ പേജാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, അതിന് നെക്സ്റ്റ് കൊടുത്തു. അപ്പം ആ പേജിൻ്റെ ആക്സസ് വന്നു. അപ്പോൾ പേജസ് വന്നിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് പേജസ് ആണെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആഡ് അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആക്സസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ അസൈൻ അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതൊക്കെ അസറ്റ്സുകൾ വേണം, നമ്മളെ കയ്യിലുള്ള അസറ്റ്സുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം എന്തൊക്കെ പെർമിഷൻസ്, ഫുൾ കൺട്രോളോ പാർഷ്യൽ കൺട്രോളോ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. കാറ്റലോഗുകളാണെങ്കിൽ, പിക്സൽസ് ആണെങ്കിൽ, അങ്ങനെ ഓരോ അസറ്റ്സിനും നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾസ് കൊടുത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആക്സസ് കൊടുക്കുന്നതും അസറ്റ്സ് ആഡ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.